ഹായ്! ഞാനിവിടെ ഒരു കഴിഞ്ഞ 4 വർഷത്തെ സ്റ്റോറിയാട്ടോ പറയാൻ പോകുന്നത്. ഞാൻ സത്യത്തിൽ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2020 മാർച്ച് അവിടെയാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് വീട്ടിലത്തേക്ക് നമ്മൾ കേക്ക് ചെയ്യുമെങ്കിലും നമ്മളങ്ങനെ സെയിലിനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2020 മാർച്ചോടൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ മാർച്ചോടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ തുടക്കമല്ലേ, അങ്ങനെ അധികം ഓർഡറുകളും കാര്യങ്ങളും ഒന്നും കിട്ടാറില്ലായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ എല്ലാവരും കേട്ടറിഞ്ഞ് അങ്ങനെ കുറച്ച് ഓർഡറൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ ഒരു ജൂലൈ മാസമൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഒരു ഓർഡർ വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ മോൻ്റെ ബർത്ത്ഡേയുടെ, ലീതുവിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ. അപ്പോൾ അവൾ ഇതുപോലെ കുഞ്ഞിന് കേക്ക് വേണം എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ മിക്കി മൗസ് തീമിൽ ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ നമ്മൾ അങ്ങനെ വലുതായിട്ടുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ക്ലിക്കാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. കാര്യം ഞാൻ ഇതിനു മുമ്പ് മിക്കി മൗസ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് മിക്കി മൗസ്, അപ്പോൾ കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. അതിൽ കൊള്ളാവുന്നത് ഞാൻ 1-2 ഫോട്ടോസ് അവൾക്ക് അയച്ചു കൊടുത്തു. അതിൽ കൊള്ളാവുന്ന ഒരു ഫോട്ടോ അവിടെ എനിക്ക് ഇട്ട് തന്നു. അങ്ങനെ ആ ഒരു മിക്കി മൗസിലൂടെ തന്നെയാണ് ഞാൻ ആ ഫസ്റ്റ് തീം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കേക്കിൻ്റെ. സത്യത്തിൽ ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഇതിലായിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ആ ഒരു കേക്ക് സെയിൽ ചെയ്യാൻ പറ്റി, അവൾക്ക് കൊടുക്കാൻ പറ്റി. അന്ന് മുതൽ കുഞ്ഞിനിപ്പോൾ 4ാമത്തെ ബർത്ത്ഡേയുടെ കേക്കാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ ഈ 4ാമത്തെ ബർത്ത്ഡേയുടെ കേക്ക് വരെ ഞാൻ കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്ക് ഞാനല്ലേ കൊടുത്തതെന്ന്. പിന്നെ സെക്കൻഡ് ബർത്ത്ഡേയുടെ കാര്യം അതുപോലെ തന്നെ. എനിക്ക് തീം തന്നെയാണ് അവൾ തന്നത്. സെക്കൻഡ് ബർത്ത്ഡേക്ക് ഇതുപോലൊരു പപ്പിയുടെ ഫേസ് തീമാണ് എനിക്ക് തന്നത്. അങ്ങനെ അതും എനിക്ക് നല്ല രീതിയിൽ, ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി കേട്ടോ. കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞ രീതിയിൽ തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. പിന്നെ തേടുന്ന 3ാമത്തെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരു ലോറി, ജസ്റ്റ് ഒരു ലോറി തീം, ഒരു ലോറിയൊക്കെ വെച്ച് ചെറിയൊരു ടോയ് വെച്ചിട്ടുള്ള കേക്കായിരുന്നു. അതും എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. അങ്ങനെ 4ാമത്തെ ബർത്ത്ഡേ വന്നു. അങ്ങനെ 4ാമത്തെ ബർത്ത്ഡേ എനിക്ക് ഫസ്റ്റ് എന്നോട് ക്രിക്കറ്റ് തീം ആയിരുന്നു പറഞ്ഞത്. അപ്പം എനിക്ക് അതിൻ്റെ തീമിൻ്റെ ആ ഒരു സ്റ്റിക്കർ കിട്ടിയിട്ടില്ലായിരുന്നു, തീം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫുട്ബോൾ മതിയോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്തായാലും ഫുട്ബോളിൽ അവസാനം ഉറപ്പിച്ചു. എനിക്ക് എന്തായാലും കുഴപ്പമില്ലാതെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ 4 വർഷവും എന്നെ ഓർത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ 4 വർഷവും നമ്മൾ ചെയ്ത കേക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് മിക്കി മൗസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നമുക്ക് തന്നൊരു സപ്പോർട്ട് തന്നെയാണ്. കൊളാടി നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു മിക്കി മൗസിൻ്റെ ഓർഡർ വന്നപ്പോൾ അത് എടുക്കാൻ പറ്റിയത്. അതിനുശേഷം എനിക്ക് 3-4 മിക്കി മൗസ് എനിക്ക് സെയിലായിട്ടുണ്ട്. 3-4 മിക്കി മൗസ്, ഈ ഒരു ഒറ്റ മിക്കി മൗസ് കണ്ടിട്ടാണ് എനിക്ക് 3-4 പേര് എനിക്ക് മിക്കി മൗസിൻ്റെ മാത്രമായിട്ട് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ, പിന്നെ അതുപോലെ തന്നെ 2ാമത് അവൾ തന്ന പപ്പി തീം, അതും അതുപോലെ തന്നെ കണ്ടിട്ട് എനിക്ക് വേറെ ഒരു പപ്പി തീമിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്. കാര്യം ഈ ഒരു 4 വർഷം നമ്മൾ ഓരോ വർഷവും നമ്മളെ ഓർത്ത് നമ്മളെ വിളിക്കുക, അതുപോലെ കേക്കിൻ്റെ കാര്യങ്ങൾ പറയുക, അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര നമുക്ക് എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ ഇന്നത്തെ കേക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നമ്മൾ ഫുട്ബോൾ തീം, ക്രിക്കറ്റ് തീം പറഞ്ഞിരുന്നു, പക്ഷേ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. പകരം ഫുട്ബോൾ തീമാണ് ചെയ്തു കൊടുത്തത്. നമ്മൾ കേക്കിൽ കുറച്ച് ഗ്രാസൊക്കെ വെച്ച് കൊടുത്ത്, കുറച്ച് ഫുട്ബോളിൻ്റെ തീം പിക്ചറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലാട്ടോ പേരെഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.